GCC രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇച്ഛാശക്തിയുള്ള ഭയങ്കര കപ്പാസിറ്റിയുള്ള രാജ്യങ്ങൾ എന്നാണ് നമ്മൾ ഇതുവരെ കരുതിയത്. അമേരിക്കയുടെ പിൻബലവും ഉണ്ടായിരുന്നു. അമേരിക്ക എല്ലാ രാജ്യങ്ങളിലും സൈനിക താവളങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഒരാവശ്യം വന്നപ്പോൾ അമേരിക്ക മറ്റൊരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയാൽ ഈ രാജ്യങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല. ഇറാൻ ആക്രമണം നടത്തുമ്പോൾ പറഞ്ഞ സൈനിക താവളങ്ങൾക്ക് നേരെയാണ്. പക്ഷെ ആക്രമിക്കുന്ന മുഴുവൻ ജനവാസ കേന്ദ്രങ്ങൾ, കുടിവെള്ളം വിതരണം ചെയ്യുന്ന ശൃംഖലകൾക്ക് നേരെ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് അവരെ തകർക്കാനാണ്. പക്ഷേ ഇന്ത്യക്ക് ഒരു പ്രശ്നം വന്നു. ഇന്ത്യക്ക് ഗ്യാസ് ഇല്ല, അല്ലെങ്കിൽ ഊർജ്ജമില്ല എന്നൊക്കെ വന്നപ്പോൾ നമ്മുടെ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് വഴി കടത്തിവിടണമെന്ന് ആവശ്യപ്പെടുന്നു. 2 ദിവസം കൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തിവിടുന്നു. 2 കപ്പലുകളെ കടത്തിവിട്ടു. ഇതേ ഇറാൻ തന്നെ ഇന്ത്യയുടെ അടുത്ത് പറയുന്നത് ഞങ്ങളുടെ ഒരു കപ്പലിനെ സംരക്ഷിക്കണം. അങ്ങനെ ഒരു കപ്പൽ ഡോക്ക് ചെയ്തത് കൊച്ചിയിലാണ്. ആ ഇറാന് നമ്മുടെ അടുത്ത് യാതൊന്നും ചെയ്യാനില്ല. അപ്പോൾ ലോകരാജ്യങ്ങൾ നമ്മുടെ നയതന്ത്രം കണ്ട് ഞെട്ടുകയാണ്. ഇതേ ഇറാനിലെ ചില ഭരണാധികാരികൾ ആക്രമണത്തിൽ പരിക്കേറ്റ അവരെ ആശുപത്രിയിൽ പോയി കണ്ടിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് പുറത്തിറങ്ങി സഞ്ചരിക്കാൻ പറ്റുന്നില്ല, അവർക്ക് വ്യാപാരം നടത്താൻ പറ്റുന്നില്ല, സമ്പദ് വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ നയതന്ത്രത്തെ ചീത്ത വിളിക്കാൻ ഇന്ത്യക്കുള്ളിൽ നിന്ന് ആളുകൾ എന്താണ്? അല്ല, അത് ഈ നരേന്ദ്രമോദിയുടെ വർഗശത്രുക്കൾ ഏറ്റവും അധികം ഉള്ളത് ഇന്ത്യയിലാണ്. അതുകൊണ്ടാണ് അവർ മോദി എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവർ ചീത്ത പറയും. അപ്പോൾ അവരാഗ്രഹിക്കുന്ന ഒരു സീനുണ്ട്. ഇന്ത്യയിൽ LPG ഇല്ലാതെയാവുക, ജനമെല്ലാം കൂടെ തെരുവിലിറങ്ങുക, വലിയ കലാപം നടത്തുക, എന്നിട്ട് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക. ഇതാക്കി കഴിഞ്ഞാൽ LPG ഉണ്ടാവുമോ? ഉണ്ടാവുമൊന്നുമില്ല. പക്ഷേ മോദി മാറി രാഹുൽ ഗാന്ധി വരണം. ഇതാണ് അവരുടെ ആവശ്യം. അല്ലാതെ ഗ്യാസ് പോലും അല്ല. അവരുടെ ആവശ്യം മോദി മാറുക എന്നുള്ളതാണ്. അതുകൊണ്ട് മോദി എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. 2017 ജൂണിൽ ഈ മഹാഭാവികൾ, ജിഹാദികൾ, നമ്മുടെ പുതുവൈപ്പിലെ ഗ്യാസ് ടാങ്ക് ഉണ്ടല്ലോ, LPG ടാങ്ക്, ആ ടാങ്ക് അവിടെ പാടില്ല എന്ന് പറഞ്ഞ് വൻ സമരം നടത്തി അടിപിടി, എന്തൊരു അക്രമം. പിണറായി വിജയൻ ഭരിക്കുമ്പോൾ തന്നെയാണ്. TP സെൻകുമാറായിരുന്നു DGP. ലാത്തി ചാർജും പ്രശ്നമൊക്കെ ആയി ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തു, സ്ത്രീകളെ കുട്ടികളെയൊക്കെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയും. വലിയ പ്രശ്നമാണ്. ആ ടാങ്ക് അവിടെ വയ്ക്കാൻ സമ്മതിക്കില്ല എന്ന്. അവസാനം ശക്തമായ നടപടിയൊക്കെ കഴിഞ്ഞ് 2024 ജാനുവരിയിലാണ് ആ LPG ടാങ്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ടാങ്കും കൂടെ ഇല്ലാതിരുന്നെങ്കിലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കി. കേരളത്തിൽ കൊച്ചിയിൽ പുതുവൈപ്പിൽ LPG സ്റ്റോർ ചെയ്യാനുള്ള ടാങ്ക് പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത തല്ലിപ്പൊളികൾ ഇപ്പോൾ മോദിയെ കുറ്റം പറയുന്നു. ഇത് വരും. നമ്മൾ ഗ്യാസ് മറ്റ് നാടുകളെ ആശ്രയിച്ചാണ് നമ്മൾ കഴിയുന്നത്. അങ്ങനെ കഴിയാൻ പറ്റും. നമ്മൾ ഗ്യാസ് ഇല്ല, ഭൂമിക്കടിയിൽ ഗ്യാസ് വേണ്ടേ? അതില്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ പിന്നെ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയണം. മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ കുറേ നമ്മൾ സ്റ്റോക്ക് ചെയ്യണ്ടേ? സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ ടാങ്ക് വേണ്ടേ? ഇത് ടാങ്ക് ഉണ്ടാക്കാൻ പോലും സമ്മതിക്കില്ല ഇവന്മാർ. എന്നിട്ട് ഇപ്പോൾ LPG ഇല്ല എന്ന് പറഞ്ഞിട്ട് മോദിയുടെ നേരെ എന്തുകൊണ്ട് സ്റ്റോർ ചെയ്തില്ല? സ്റ്റോർ ചെയ്ത് നിൻ്റെയൊക്കെ ശല്യം കൊണ്ട്. ഇല്ലെങ്കിൽ ഇത് കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരൊറ്റ ടാങ്കാണ് പുതുവൈപ്പിൽ, കൂടുതലൊന്നുമില്ല. ആ ടാങ്കിന് ടാങ്ക് വെച്ച കക്ഷികൾ ഇപ്പം ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ നയതന്ത്രം കണ്ട് ലോകം ഞെട്ടിയിട്ടൊന്നുമില്ല. കാരണം നമുക്ക് ഈ യുദ്ധത്തിൽ യാതൊരു പങ്കുമില്ല. ഈ കുരങ്ങ് നമ്മുടെയല്ല, ഈ സർക്കസ് നമ്മുടെയല്ല. നമ്മുടെ ആളുകൾ ഈ സർക്കസിൽ പെട്ടുപോയവരുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ അവർ ജീവിക്കാൻ പോയവരാണ്, യുദ്ധം ചെയ്യാൻ പോയവരല്ല. അതിനകത്ത് സർക്കസ് കൂടാരത്തിൽ പെട്ടുപോയി. അവിടെ സർക്കസ് നടത്തി എന്ത് ചെയ്യാൻ പറ്റും? നോക്കിക്കൊണ്ടിരിക്കാനേ അവർക്ക് പറ്റുള്ളൂ. കാണികൾക്ക് അതല്ലേ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ അപ്പുറത്തുമല്ല ഇപ്പുറത്തുമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇറാന് നന്നായിട്ടറിയാം. ഇറാൻ്റെ 3 കപ്പലുകൾ വിശാഖപട്ടണത്ത് എക്സർസൈസിന് വന്നതാണ്. അതിൽ ഒരു കപ്പൽ തിരിച്ചു പോകും എന്ന്, ഇറാനിലേക്ക് തിരിച്ചു പോകും, വാശി പിടിച്ചു. നമ്മൾ ആ കപ്പലിനും അഭയം കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. വേണ്ട, ഞാൻ പൊക്കോളാം. വേണ്ട, അപകടമാണ് ചേട്ടാ, ഇവിടെ എങ്ങാനും എനിക്ക് ഈ ബഹളം തീരട്ടെ. വേണ്ട, ഞാൻ പോവാണ്. മറ്റേ ആൾ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ കിടന്നോളാം, ഞാൻ 183 പേരുണ്ട് ആ കപ്പലിൽ, എന്നെ അക്കോമഡേറ്റ് ചെയ്യാമോ? അക്കോമഡേറ്റ് ചെയ്യാൻ ചേട്ടൻ ഇങ്ങ് പോരുത്. ആ കപ്പലാണ് ഇവിടെ വന്നത്, കൊച്ചിയിൽ വന്നത്. വേറൊരെണ്ണം ശ്രീലങ്കയിൽ കിടന്നോളാം എന്ന് പറഞ്ഞു, അത് ശ്രീലങ്കയിൽ കിടന്നു.
ഇതാണ് സംഭവം. അപ്പോൾ ഇത് ഇറാനും ഒരു സിഗ്നലായിരുന്നു. ഇറാനെ സംബന്ധിച്ചോളം ഇറാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് നമ്മളോട് യാതൊരു വിരോധവുമില്ല. കപ്പൽ അവിടെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു, സംരക്ഷിക്കാമെന്ന് പറഞ്ഞു. അല്ല ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു, പോയി. വഴിയിൽ വെച്ച് അമേരിക്കക്കാരൻ അത് മുക്കി. അതിൽ ഇന്ത്യ എന്ത് ചെയ്യാൻ? ഇത് ഇറാന് നന്നായിട്ടറിയാം, നാട്ടുകാർക്കൊക്കെ അറിയാം. ഇന്ത്യക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. ഇനിയിപ്പോൾ അമേരിക്കക്കാരന് അനാഥനായിട്ട് നമ്മുടെ കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അവനും നമ്മൾ ചോറ് കൊടുക്കും. ശരി, ഇത് കാരണം ഇവൻ വെള്ളത്തിൽ വീണു, തുടിച്ച് നീന്തി കയറി നമ്മുടെ നീണ്ട കരയിൽ വല്ലതും കയറി കഴിഞ്ഞാൽ ആ സായിപ്പിനെ വിളിച്ച് എന്തെങ്കിലും കഞ്ഞി കൊടുക്കണമെന്ന് പറയും നമ്മൾ. കാരണം നമുക്ക് അവനോടും വിരോധമില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ നമ്മുടെ കപ്പലല്ല, കപ്പൽ എത്ര കിടക്കുന്നു അവിടെ? ഒരുപാട് പേരുടെ കപ്പലുകൾ കിടക്കുക. ചൈനയുടെയും ഇന്ത്യയുടെയും കപ്പലുകൾ വിടാൻ തീരുമാനിച്ചു. ആര് തീരുമാനിച്ചു? ആരെ ഇതിൻ്റെ ഉത്തരവാദി? പെസഷ്കിയാൻ പറഞ്ഞാൽ IRGC കേൾക്കുകയില്ല. പെസഷ്കിയാൻ GCC രാജ്യങ്ങളോട് മാപ്പൊക്കെ പറഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ഞങ്ങൾ ഇനിയും നിങ്ങളെ ആക്രമിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു. IRGC അപ്പോൾ തന്നെ പറഞ്ഞു, താൻ ആരാടോ ഇത് പറയാൻ എന്ന് ചോദിച്ചിട്ട് IRGC ആക്രമണം തുടരുന്നു. IRGCയോട് ചോദിക്കാൻ പറയാനും ആരുമില്ല. അവർ പ്രൈവറ്റ് സേനയാണല്ലോ. അപ്പോൾ അവർക്ക് തോന്നിയ പോലെ അവർ പിന്നെയും ഗൾഫിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചൈനയോട് പൊക്കോളാൻ പറഞ്ഞു. ചൈനയുടെ കപ്പൽ പോയില്ല ഹോർമൂസ് കടലിടുക്കിലൂടെ. എന്ത് വിശ്വസിച്ച് പോകും? കാരണം ഇവൻ പൊക്കോളാൻ പറയും, മറ്റവൻ മൈൻ വയ്ക്കും. ഇതിൻ്റെ കൂടെ പ്രാണം കൈ പിടിച്ചിട്ടാണ് നമ്മളുടെ കപ്പൽ കടന്നിരിക്കുന്നത്. നമ്മൾ കപ്പൽ കടന്നതിൻ്റെ പുറകെ തന്നെ അവിടെ സ്ഫോടനം നടന്നു. കഷ്ടിച്ച് നമ്മുടെ ആൾക്കാർ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഇന്ത്യൻ നേവി എസ്കോർട്ട് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരെണ്ണം അടുക്കുമെന്ന് തോന്നുന്നു, മുന്ദ്ര പോർട്ടിലോ മറ്റോ ഗുജറാത്തിൽ. ഇതാണ് അവസ്ഥ. കാരണം ഇത് ഇറാന് ഒരു ഔദ്യോഗിക നേതൃത്വം എന്ന് പറയുന്നത് ഇപ്പോൾ ഇല്ല. പെസഷ്കിയാൻ, അബ്ബാസ് അരാക്ചി ഇവരൊക്കെ അടങ്ങുന്ന ഭരണഘടനാപരമായ ഒരു നേതൃത്വം. അതുകൂടാതെ IRGC എന്ന ഇൻഡിപെൻഡൻറ്റ് സേന, അതിൻ്റെ 31 കമാൻഡർമാർ. അവർ 31 രീതിയിൽ ചിന്തിക്കുന്നു. ഇത് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം അലി ഖമനി അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മക്കളെ നീ നിനക്കൊക്കെ തോന്നിയ പോലെ ചെയ്തോളണം. അവർ തോന്നിയ പോലെ ചെയ്യുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മളുടെ നയതന്ത്രം നമ്മളിതിൽ തലവെച്ചില്ല എന്നുള്ളതാണ്. തലവെക്കേണ്ട കാര്യമില്ല നമുക്ക്, അതുകൊണ്ട് നമ്മൾ തലവെച്ചില്ല. ഈ ലോക രാജ്യങ്ങളൊക്കെ അയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ചിട്ട് അനുശോചനം അങ്ങനെ പറഞ്ഞു. ഇന്ത്യ അങ്ങനെ പറഞ്ഞു വന്നില്ല. മാത്രമല്ല, ഏതാണ്ട് 2-3 ദിവസത്തിന് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെസഷ്കിയാനായിട്ട് ഫോണിൽ സംസാരിച്ചു. അപ്പോഴും ഈ പറയുന്ന ഖമനയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അനുശോചനമല്ല, ഞങ്ങൾക്ക് ഊർജ്ജത്തിൻ്റെ ആവശ്യമുണ്ട്, ഞങ്ങളുടെ കപ്പലിൽ അതിലേക്കൂടെ പോകണം എന്നുള്ള കാര്യം മാത്രം പറയുന്നത്. അമേരിക്ക നമ്മുടെ അടുത്ത് വാൺ ചെയ്തു, റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അളവിൽ കുറയ്ക്കണം, നിങ്ങൾ നിർത്തണം എന്നൊക്കെ പറഞ്ഞു. നമ്മളൊന്നും ചെയ്തില്ല, നമ്മളൊന്നും മിണ്ടിയില്ല. റഷ്യയിൽ നിന്ന് അളവിൽ എണ്ണ മേടിക്കുക തന്നെ ചെയ്തു. കഴിഞ്ഞ തവണത്തെ ലിസ്റ്റ് വന്നപ്പോഴും റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ വാങ്ങിയ രാജ്യങ്ങളിലൊന്നും ഇന്ത്യയാണ്. അതാണ് ഞാൻ നേരത്തെ വെച്ച ഈ നയതന്ത്രം. നമുക്ക് അനാവശ്യമായ മറ്റു കാര്യങ്ങൾ ഇടപെടുന്നില്ല. ഇന്ത്യൻ എന്ന് പറയുന്ന രാജ്യം, ഇന്ത്യയിലെ ജനങ്ങൾ, ഇത് മാത്രമാണ് ലക്ഷ്യം വെച്ചിട്ട് ഒരു പ്രധാനമന്ത്രി പ്രവർത്തിക്കുമ്പോൾ എന്തിനാണ് ഈ പശ്ചിമേഷ്യൻ യുദ്ധം വെച്ചിട്ട് ഇന്ത്യയെ ചീത്ത പിടിക്കുന്നത്? ഗ്യാസ് ഇല്ല, മറ്റേതുമില്ല. അല്ല, വേറെ പറയാനില്ലാത്തതുകൊണ്ട് ഗ്യാസ് ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കുറച്ച് കുറവുണ്ട്. അതെ, അത് വാസ്തവത്തിൽ അത്ര വലിയ കുറവല്ല. കാരണം കരിഞ്ചന്തയിൽ, ഞാൻ TV യിൽ കണ്ടതാണ്, കരിഞ്ചന്തയിൽ ഗ്യാസ് സിലിണ്ടറിന് 4000 മുതൽ 6000 വരെ രൂപ. കരിഞ്ചന്തയിൽ ഗ്യാസ് കിട്ടുന്നത് എങ്ങനെയാണ്? അതിനർത്ഥം ഗ്യാസ് ഉണ്ട് എന്നാണ്. ഗ്യാസ് ആർക്കും പ്രൈവറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ചാരായമാണെങ്കിൽ സൂത്രത്തിന് നമുക്ക് വീട്ടിൽ വാറ്റി 1/2 ലിറ്ററോ 1 ലിറ്ററോ ഉണ്ടാക്കിയെടുക്കാമെന്ന് വയ്ക്കാം. ഗ്യാസ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഗ്യാസ് ഏതാ? ഇത് IOCLലോ BPCLലോ ഗ്യാസാണ്. ഇത് IOCL BPCL ഉദ്യോഗസ്ഥന്മാർ, അവിടുത്തെ ലോക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഇവരെല്ലാം ഒരു വണ്ടി ഒരു കാര്യം ചെയ്യും, നീ അവിടെ ഗോഡൗണിൽ കയറ്റിയിടും, ബാക്കി കൊടുത്താൽ മതി. അപ്പോൾ കുറേ ഹോട്ടലിനും കിട്ടി, കുറേ ബുക്ക് ചെയ്തവർക്ക് കിട്ടിയില്ല. ഈ വണ്ടിയിലെ ഗ്യാസ് സിലിണ്ടർ ഇവന്മാർ 4000 രൂപയ്ക്ക് 6000 രൂപയ്ക്കൊക്കെ വിറ്റ് കാശാക്കുന്നു. ഇത് ചോദിക്കാനോ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനോ സർക്കാരിന് സാധിക്കുന്നില്ല. അതാണ് ഇതിനകത്തെ പ്രശ്നം. അത് പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും പിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 90% ഗ്യാസ് ഷോർട്ടേജ് കുറയും. പിന്നെയും 10% ഉണ്ടാകും. കാരണം നമുക്ക് ഷോർട്ടേജ് ഉണ്ട്, അത് സർക്കാരും സമ്മതിക്കുന്നുണ്ട്. ഷോർട്ടേജ് ഉള്ളതുകൊണ്ടാണ് റേഷനിങ് ഏർപ്പെടുത്തിയത്.
21 ദിവസത്തെ ബുക്കിംഗ് 25 ദിവസം, 40 ഗ്രാമപ്രദേശത്ത് 45 ദിവസം ഒക്കെ ആക്കി മാറ്റി. ഈ 45 ദിവസം കഴിഞ്ഞേ ഒരു സിലിണ്ടർ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ പകുതി പാചകം വിറകിലേക്ക് മാറും. ഇപ്പം തന്നെ വിറകടുപ്പ് വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നു. ഹോട്ടലിലെല്ലാം റോക്കറ്റ്, ബുള്ളറ്റ് എന്നൊക്കെ പറഞ്ഞ് അടുപ്പൊക്കെ ഇറങ്ങി. നല്ലൊരു കാര്യമാണ്. ഞാൻ നോക്കിയിട്ട് ഒരു 15 ദിവസം ഉണ്ടല്ലോ പഴയ രീതിയിൽ വിറക് വെച്ച് പാചകം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒന്ന് നമ്മൾ പോകുന്നത് നല്ലതാണ്. കഴിഞ്ഞു പോയ കാലമൊക്കെ ഒന്ന് ഓർമ്മ വരട്ടെ. ഈ സാധനം ഗ്യാസ് സംഗതിയൊക്കെ എൻ്റെ വീട്ടിൽ ഗ്യാസ് വന്ന് എൻ്റെ വീട്ടിലൊക്കെ വിറകായിരുന്നു. 89-ലോ 90-ലോ മറ്റാണ് എൻ്റെ വീട്ടിലൊരു ഗ്യാസ് സിലിണ്ടർ വരുന്നത്. അതിനു മുമ്പൊക്കെ വിറകാണ്. അതുകൊണ്ട് എനിക്കിത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പരിഭ്രമമൊന്നും വരുന്നില്ല. ഇപ്പോഴും ഞാൻ ഇപ്പം പിന്നെ സ്ഥലം മാറി പട്ടണത്തിലായി, അതിൻ്റെ ഒരു ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകും. പക്ഷേ വിറകെങ്കിൽ വിറക് എന്ന് വിചാരിക്കും. അതുകൊണ്ട് തല പോകാനൊന്നുമില്ല. ഗ്യാസ് കാണിച്ച് ആരും നമ്മളെ പേടിപ്പിക്കുകയും വേണ്ട. ബട്ട് ഈ ഷോർട്ടേജ് കർശനമായിട്ട് ഇത് നേരിടാൻ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. അത് ഞാൻ കാണുന്നില്ല. ഞാൻ പറയട്ടെ, എറണാകുളം ജില്ലാ കളക്ടർ ഇന്ന സ്ഥലത്തൊക്കെയാണ് ഷോർട്ടേജ്, അത് ഇന്ന രീതിയിൽ മേക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് മീഡിയയിൽ പറഞ്ഞാലെന്താ? ഇവർ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന, ഇപ്പം IASകാരുടെ വലിയ വിഹാരരംഗമാണ് ഫേസ്ബുക്ക് റീല്. അതിൽ ജനങ്ങളോട് തുറന്ന് പറയുക, ഇന്നതാണ് സ്ഥിതി, നിങ്ങൾ പരിഭ്രമിക്കേണ്ട, അല്ലെങ്കിൽ സൂക്ഷിക്കണം. ഇതിവർ പറയാത്തത് കൊണ്ട് മീഡിയ കാണിക്കുന്നത് കണ്ടിട്ട് ആൾക്കാർ വിശ്വസിക്കുന്നു. ഗ്യാസ് ഷോർട്ടേജ് വരും കേട്ടോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ് വീട്ടമ്മമാരെന്ത് ചെയ്യും? വേണ്ടെങ്കിലും ഒരു സിലിണ്ടർ ഇരുന്നോട്ടെ എന്ന് വയ്ക്കും. അടുത്ത 20-ാം തീയതി ആ ഗ്യാസ് ബുക്ക് ചെയ്യണം, 2 ആഴ്ച കഴിയട്ടെ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് വാർത്ത വരുന്നത്. അപ്പോൾ അന്ന് തന്നെ ബുക്ക് ചെയ്യും. ഫലത്തിൽ എന്തായി? ആവറേജ് 50 ലക്ഷം ബുക്കിംഗാണ് ഒരു ദിവസം LPGക്ക് മൊത്തം ഭാരതത്തിലുള്ളത്. അതിപ്പോൾ 80.5 ലാക്സായി. അപ്പോൾ 80.5 ലാക്സ് ബുക്കിംഗ് വന്നു കഴിയുമ്പോൾ അവരുടെ സർവർ തന്നെ മുടിഞ്ഞു. ബുക്ക് ചെയ്യുന്ന സംവിധാനം തന്നെ മുടിഞ്ഞു. എല്ലാവരും കൂടെ കയറി അങ്ങ് ബുക്ക് ചെയ്യുകയാണ്. ഈ പാനിക് ബൈയിങ്ങിലാണ് ഈ തകരാറ് വന്നിരിക്കുന്നത്. പാനിക് ആവാതെ അത് കൈകാര്യം ചെയ്യേണ്ടത് സിവിൽ അഡ്മിനിസ്ട്രേഷൻ, പ്രത്യേകിച്ച് ജില്ലാ കളക്ടർമാരുടെയൊക്കെ ചുമതലയാണ്. അവർ അനങ്ങുന്നില്ല. അല്ല, ഇവിടെ ഞാൻ ചോദിച്ചു, ഈ GCC രാജ്യങ്ങളുടെ ഒരു ഭരണാധികാരി വന്നു വെച്ചാൽ ഞങ്ങൾക്കുണ്ട് ശക്തനായ ഒരു ഭരണാധികാരി, അതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറയുമ്പോൾ എല്ലാം ആ സ്ഥലത്ത് എയർപോർട്ടിൻ്റെ അടുത്ത്, എണ്ണപ്പാടത്തിനടുത്തെല്ലാം മിസൈലുകൾ വന്ന് വീണുകൊണ്ടിരിക്കുക. ഇതേ സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു സംഘർഷം ഉണ്ടാകുന്നു. പാകിസ്ഥാനാണ് ഇന്ത്യക്ക് നേരെ ഇതുപോലെ ആക്രമണം നടത്തുന്നത്. ഇന്ത്യൻ വിമാനങ്ങൾക്ക് കേടുപാട് പറ്റുന്നു, നമ്മുടെ കുറച്ച് ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ശക്തനായ ഭരണാധികാരി ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ നേരെ തിരിച്ചു നടക്കും. അവിടുത്തെ പെരുമാറ്റം ഇവിടെ പ്രതീക്ഷിക്കേണ്ട. ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട്, എത്രയോ കാലങ്ങളായിട്ട് ഇൻ പ്രിൻസിപ്പിൾ ഭരണകക്ഷിയെ എതിർക്കുക, രാജ്യത്ത് നടക്കുന്ന നല്ല കാര്യങ്ങൾ അത് ഭരണകക്ഷി ചെയ്തതാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതിന് തുരങ്കം വയ്ക്കുക, ഈ പരിപാടിയാണ് നടക്കുന്നത്. കേരളത്തിൽ സിനുജി നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു, LDFും UDFും തമ്മിൽ എന്താ വ്യത്യാസം? ഇപ്പോൾ BJPയും കൂടെ ചേർത്തു അതിൽ, NDA. ഈ 3 പേര് തമ്മിൽ എന്താ വ്യത്യാസം? 3 പേരും വികസനം, പാലം കൊണ്ടുവരും, റോഡ് കൊണ്ടുവരും, മറ്റേത് കൊണ്ടുവരും, തേങ്ങ, ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഇല്ല, 3 പേരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ തൊഴിലാളി വർഗ സർവാധിപത്യമൊന്നും ഇല്ലല്ലോ. ആ ജാതി ജാടയൊക്കെ പണ്ടേ അവസാനിച്ചു. കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് യാതൊരു ഐഡിയോളജി ഇല്ല. BJP വികസനം അത് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്, അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത്. ഇവരൊന്നും തമ്മിൽ വ്യത്യാസമില്ല. പിന്നെ എന്താ ഇവർ അടികൂടുന്നത്? അധികാരത്തിന് വേണ്ടിയിട്ട്. അധികാരത്തിലിരിക്കുന്നവനെ തോൽപ്പിക്കാനായിട്ട് ഏത് മാർഗവും അവലംബിക്കുക. ആ ഒരു പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഗൾഫിൽ ഇതൊക്കെ സംഭവിച്ചതിനെ കേട്ടോ, കുറച്ചെങ്കിലും. അവിടെ ഏകാധിപത്യമാണ്, ജനാധിപത്യമല്ല, പ്രതിപക്ഷ പാർട്ടിയില്ല. ഗൾഫിലിപ്പോൾ അവർ സ്ട്രിക്റ്റായിട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ യുദ്ധത്തെപ്പറ്റി എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകും. യുദ്ധത്തെപ്പറ്റി ഒരക്ഷരം വേണ്ടിപ്പോകരുത്. അതാണ് അവരുടെ റൂള്. അവർ സ്ട്രിക്റ്റായിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഗൾഫ് നാടുകളിൽ
ഈ പറയണമാതിരിയുള്ള നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 39 തവണ UAE ആക്രമിച്ചു ഇറാൻ. ഞാൻ ഇത് കണ്ടിട്ട് UAE എനിക്കറിയാവുന്ന ഒരു സുഹൃത്തിനെ വിളിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു 39 തവണ ആക്രമിച്ചു, ശരിയാണ്. 39 അല്ല, 42 തവണ, 39 ഡ്രോണും 3 മിസൈൽ, അങ്ങനെ മൊത്തം 42 തവണ ആക്രമിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരൊറ്റ എണ്ണം പോലും നിലം തൊട്ടില്ല, ഇന്റർസെപ്റ്റ് ചെയ്തു, ആകാശത്ത് വെച്ച് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഹെഡ്ലൈനായിട്ട് വരുന്നത് UAE കടുത്ത ആക്രമണം, 42 തവണ ആക്രമണം. സംഭവം ശരിയാ, ഇവൻ ഓങ്ങിയതേ ഉള്ളൂ, ഓങ്ങുന്നതിന് മുമ്പേ അവൻ കൈവെട്ടിക്കളഞ്ഞു. അതിന്റെ ചെറിയ പീസ് വീഴുമല്ലോ, അപ്പൊ ചെറിയ തീപിടുത്തം, ചെറിയ നാശം, അതൊക്കെയാണ്. അതുണ്ടാവും. അതുകൊണ്ടാണ് അവരുടെ നാട്ടിൽ അലർട്ട് കൊടുക്കും പൗരന്മാർക്ക്. അലർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് നല്ല ബിൽഡിങ്ങോ എന്തെങ്കിലും നോക്കിയിട്ട് അതിനുള്ളിലേക്ക് കയറിക്കൊള്ളണം. കാരണം ഇതിൻ്റെ പൊട്ടുംപൊടിയെല്ലാം ഇവിടെ താഴെ വീഴും. ഡ്രോൺ തകർന്ന് താഴെ വീണാൽ അതിൻ്റെ ഒരു ചില്ല് തലയിൽ തുളഞ്ഞ് കയറിയാൽ മതിയല്ല. അങ്ങനെ അവരുടെ പൗരന്മാരെ അവർ സംരക്ഷിക്കും. അതല്ലാതെ ഇവർക്ക് കാര്യമായിട്ട് ഗൾഫിനെ നശിപ്പിക്കാനോ ഇതിനോ ഒന്നും സാധിച്ചിട്ടില്ല. 1-2 തവണ ഒമാൻ്റെ ഗ്യാസ് ഇൻസ്റ്റലേഷൻ, ഖത്തറിൻ്റെ ഒരു ഗ്യാസ് ഇൻസ്റ്റലേഷൻ, അതിലാണ് നമുക്ക് ഈ LPG പ്രശ്നം വരാൻ പ്രധാന കാരണം. ഖത്തറിലെ പ്രധാനപ്പെട്ട ഒരു ഗ്യാസ് ഇൻസ്റ്റലേഷൻ ഇവർ തകർത്ത് കളഞ്ഞു. അത് ക്ലോസ് ചെയ്യേണ്ടി വന്നു. ബാക്കിയുള്ളതൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ സൗദിയുടെ ആരാംകോ റിഫൈനറിയുടെ ഒരു മൂല ഇവർ തകർത്തു. ടെമ്പററി ആയിട്ട് അവർക്കൊന്ന് ക്ലോസ് ചെയ്യുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അത് നടന്നുകൊണ്ടിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ഇത്രയും ദുർബലരായ GCC രാജ്യങ്ങളെയാണല്ലോ ഇറാൻ ആക്രമിച്ചതെന്ന് തോന്നിയിട്ട് അവർക്ക് തന്നെ സഹതാപം തോന്നുന്നുണ്ടായിരുന്നു. അല്ലാതെ ഹിസ്റ്റോറിക്കൽ ഒരു ശത്രുത ഇവർ തമ്മിലുണ്ട്. വാസ്തവത്തിൽ അമേരിക്കൻ ബേസ് GCC നാടുകളിൽ വരാൻ കാര്യമെന്താ? ഇറാനെ പേടിച്ചിട്ടാണ്. കാരണം ഇറാന് ലോകം മുഴുവൻ ഷിയ മുസ്ലിമാകണം. മുസ്ലിങ്ങളുടെ നേതൃത്വത്തിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് 3 രാജ്യങ്ങൾ ട്രൈ ചെയ്യും. അതിലൊന്ന് ഇറാൻ, 2 തുർക്കി, 3 സൗദി അറേബ്യ. സൗദി അറേബ്യയ്ക്ക് ഉള്ളിലതുണ്ടെങ്കിലും അവരതിനു വേണ്ടി ക്യാമ്പയിൻ ചെയ്യാനോ വഴക്കിനോ ഒന്നും അവർ തയ്യാറില്ല. മക്ക മദീനയൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ ഞങ്ങൾ തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു കുറച്ചുകൂടെ മെച്യൂരിറ്റിയും ശാന്തതയുള്ള മനുഷ്യനാണ്. ഇറാൻ അങ്ങനെയല്ല, വളരെ വയലൻ്റായിട്ട് ലോകം മുഴുവൻ ഇപ്പം ഞാൻ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞാണ് ഇറാൻ നിൽക്കുന്നത്. തുർക്കിയും മോശമൊന്നുമല്ല. തുർക്കിയാണല്ലോ ഒറിജിനലി ചരിത്രപരമായിട്ട് തുർക്കിയിലെ ഖലീഫ, അതാണ് ഖലീഫ. ബാക്കിയുള്ളതൊക്കെ ഒന്ന് തല്ലിപ്പൊളികൾ, അവനൊന്നും മുസ്ലിം അല്ല. പിന്നെ ഞാനങ്ങ് നിർത്തിയിരിക്കുന്നേ ഉള്ളൂ. ഈ ഭാവമാണ് തുർക്കിക്ക്. അപ്പോൾ ആ ശത്രുത, ഈ 3 രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത പണ്ട് മുതലേ ഈ മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രശ്നം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.